أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله الحمد لله الواحد القهار الصمد الجبار العزيز الغفار. الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر فأما السائل فلا تنهر وأما بنعمة ربك فحدث. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم
لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. حب النبي ومدحه خير العمل، وصل الله به يبلغه الأمل، وله بنيل شفاعة طه كفل، عند الإله منعما تنعيما. صلوا عليه وسلموا تسليما. وعلموا أمة سيدنا وحبيبنا محمد صلى الله عليه وسلم. ഖൈറിൻ മരം പൂക്കും നാട്ടിലെ റൈഹാൻ സുഗന്ധ പൂവീട്ടിലെ ആലം റഹ്മത്തായി ആറ്റലേ ത്വാഹ പിറന്നു ആ നാട്ടിലെ. ഖൈറിൻ മരം പൂക്കും നാട്ടിലെ റൈഹാൻ സുഗന്ധ പൂവീട്ടിലെ. ബലദിലെ രാജാ മക്ക ദേശമിൽ ബദലില്ല താരമായി തിങ്കളിൽ. ബലദിലെ രാജാ മക്ക ദേശമിൽ ബദലില്ല താരമായി തിങ്കളിൽ. കമർ പിളർത്തിയ താജര് ബദ്റഴകൊത്ത സിറാജര്. ഖൈറിൻ മരം പൂക്കും നാട്ടിലെ റൈഹാൻ സുഗന്ധ പൂവീട്ടിലെ. കരുണക്കടലായ പൂനബി കനിവിൻ്റെ തീരാനീലാവൊളി. കരുണക്കടലായ പൂനബി കനിവിൻ്റെ തീരാനീലാവൊളി. ആലം മാലിവിൻ്റെ തേൻ കനി അംബിയ രാജ റസൂൽ നിധി. ആലം മാലിവിൻ്റെ തേൻ കനി അംബിയ രാജ റസൂൽ നിധി. ഖൈറിൻ മരം പൂക്കും നാട്ടിലെ റൈഹാൻ സുഗന്ധ പൂവീട്ടിലെ. ആലം റഹ്മത്തായി ആറ്റലേ ത്വാഹ പിറന്നു ആ നാട്ടിലെ. ഖൈറിൻ മരം പൂക്കും നാട്ടിലെ റൈഹാൻ സുഗന്ധ പൂവീട്ടിലെ. ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ, നമ്മുടെ ഈ പരിശുദ്ധവും പരിപാവനവുമായ ഈ മജ്ലിസിൻ്റെ എല്ലാമായി നിറഞ്ഞു വാഴുന്ന നമ്മുടെ സ്റ്റേജിൻ്റെ സദസ്സിൻ്റെ പ്രിയപ്പെട്ട സയ്യിദ് അവർകളെ, നമ്മുടെ നാടിൻ്റെ എല്ലാ ആഗ്രഹ അഭിലാഷ സഫലീകരണങ്ങൾക്കും നമ്മൾ തേടിപ്പിടിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ്
ഈ പരിപാടിയുടെ കർമ്മധീരരായ പ്രിയപ്പെട്ട സംഘാടകരെ, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനും ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്താരകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിനും ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ സൽവഴിയിലൂടെ ജീവിതം കൊണ്ടുപോകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനത്തിന്റെ രാജകുമാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സർവാത്മന ജീവിതം ജീർണതയില്ലാതെ ജീവശുദ്ധതാക്കി ജീവിക്കുവാൻ നാഥനായ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നവർ, രോഗങ്ങളുള്ളവർ, വിഷമങ്ങളുള്ളവർ, നൊമ്പരങ്ങളുള്ളവർ, ദുഃഖങ്ങളുള്ളവർ, അല്ലാഹു ഈ സദസ്സിന്റെ മഹാത്മ്യം കൊണ്ട്, ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാ വിഷമങ്ങളും മാറ്റി, നൊമ്പരങ്ങളും മാറ്റി, കണ്ണുനീരും മാറ്റി, അല്ലാഹു നമ്മുടെ എല്ലാ കഷ്ടതകളും മാറ്റി അല്ലാഹു നമുക്ക് ഖൈറും ബറക്കത്തും ഏറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാലം അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥതലങ്ങളിലൂടെ ജീവിതം കൊണ്ടുപോകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖ് നബി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള മുഅ്മിനുകളെ, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസുദിനവും അതുപോലെ മജ്‌ലിസിനോറും വളരെ സന്തോഷകരമായി കൊണ്ടുപോകുന്ന ഒരു വേദിയിലാണ്, ഒരു സദസ്സിലാണ്. അല്ലാഹു പരിശുദ്ധവും പരിപാവനവുമായ ഈ ഒരു മജ്‌ലിസിനോറിന്റെ പരിപാടിയിലേക്ക് കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ ഒരു സമയത്ത്, ഒരു ഉച്ച സമയത്ത് ബദരീങ്ങളെ പറ്റി നമ്മൾ നല്ലതുപോലെ ചർച്ച ചെയ്തിരുന്നു. അതിന്റെ ചുരുങ്ങിയ ഭാഗങ്ങൾ മാത്രം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ പരിശുദ്ധരായ ബദരീങ്ങളുടെ ആ ബദറിലുള്ള ചുവടുവെപ്പുകളും അതിന്റെ മഹാത്മ്യങ്ങളും അതിന്റെ മഹത്വങ്ങളും ബദറിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ശ്രേഷ്ഠതകളും അതിന്റെ മഹത്വങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ അന്ന് സൂചിപ്പിച്ചിരുന്നു. ഫുള്ളായി പറയാൻ നമുക്കതിനൊരു അവസരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ട മജ്‌ലിസുന്നൂറിനെ സന്തോഷകരമായി കൊണ്ടുവരുന്ന ഈ നാടിന് അല്ലാഹു തആല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെറ്റിങ്ങളൊന്നും ഉഷാറാക്കി തരണം, ഇല്ലെങ്കിൽ ഇന്ന് പരിപാടി അങ്ങനെ നടത്താൻ എനിക്കറിയില്ല. എല്ലാ ദിവസവും നമുക്ക് പരിപാടി ഉള്ളതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സ്വഹാബ കിറാം റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് ബദരീങ്ങളുടെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതകളും ഒക്കെ വിളിച്ച് ചോദിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട സ്വഹാബത്തിന്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, ആനന്ദം നിറഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട വേദിയിലാണ് ഈ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഒരാളും പാഴാകൂല, ഒരാളും അവിടെ നിന്നില്ലാതെയാകൂല, ഒരാളും അവിടെ നിന്ന് നശിച്ചു പോകൂല. ജീവിതത്തിന് അല്ലാഹു ബറക്കത്ത് നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പരിശുദ്ധമാക്കപ്പെട്ട ബദരീങ്ങളെ പറ്റി പറയുന്ന സദസ്സിലേക്ക് ഒരാൾ കടന്നു പോയിരുന്നതിന്റെ ഒരേ ഒരു കാരണം കൊണ്ട് അല്ലാഹു ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത പല സ്വഹാബത്തിന്റെ കഥകളും നമുക്കറിയാം. ഈ മുരുക്കുംപറ്റ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് അൽഹംദുലില്ലാഹ് ഇപ്പൊ വളരെ സന്തോഷകരമായി, ആനന്ദകരമായി എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മജ്‌ലിസുന്നൂറിന്റെ ആവേശകരമായ, ആഹ്ലാദപരമായ, അഹന്തയില്ലാതെ അർത്ഥതലങ്ങളിലൂടെ കൊണ്ടുപോകുന്നു എന്നറിഞ്ഞപ്പോ വളരെയേറെ സന്തോഷമുണ്ട്. അല്ലാഹു അതിന് പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഉറക്കൊന്ന് പറയും, അല്ലാഹു തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരാളും ഇല്ലാണ്ടാവൂല. ഈ ദുനിയാവിന്റെ ഏത് ഭാഗത്ത് പോയാലും പരിശുദ്ധമാക്കപ്പെട്ട മജ്‌ലിസ് അത് ഒരിക്കലും നശിച്ചു പോകില്ല.
കടന്നു വന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ അധരങ്ങളിലൂടെയാണ് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടമാകൂല. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പാഠമാണെങ്കിൽ അതൊരിക്കലും നഷ്ടമാകൂല. അള്ളാഹു ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ നമുക്ക് അവസരം നൽകട്ടെ. അതുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിനോട് പറയാൻ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഹൃത്തടത്തിൽ നമ്മൾ മജ്ലിസുൻ നൂറിനെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളറയിൽ കൊണ്ടുവരിക. കൂട്ടം കൂടിയിരുന്ന് മക്കളുമായി, സഹോദരങ്ങളുമായി, കൂട്ടുകുടുംബാദികളായി, ഭാര്യ ഭർത്താവായി, ബന്ധുക്കളായി ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലുക. അള്ളാഹു അത് ചൊല്ലാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് തരട്ടെ. ഉറക്കൊന്ന് പറയും, അള്ളാഹു അതിനുള്ള തൗഫീക്ക് തരട്ടെ. നിങ്ങൾ നന്നായിട്ട് ഉറക്ക സലാത്തില്ലുന്നവരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഉറക്ക ആമീൻ പറയുന്നവരാണെന്നറിയാം. അതുകൊണ്ട് ഉറക്കെ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആദരവായി നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയുടെ ചാരത്തിരിക്കുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം മൂത്തുകൊണ്ട് ഹൃത്തടത്തിന്റെ ഉള്ളു മുഴുവനും ഹബീബിനോടുള്ള അനുരാഗമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനുള്ളത്. പല സമയത്തും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിൽ കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തെ പറ്റി പഠിക്കാൻ, അള്ളാഹുവിനെ പറ്റി പഠിക്കാൻ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനെ പറ്റി പഠിക്കാൻ, ഖുർആനിന്റെ ഏറ്റവും നല്ല അവതരണ ശൈലികളിലൂടെ ജീവിതത്തിൽ ൊന്ന് കൊണ്ടുവരാൻ വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് ഒന്ന് കടന്നു വരാറുണ്ട്. ആദരവായ നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് ഒരു വേള ചോദിച്ചു പോവുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയെ, ജീവിതത്തിന്റെ ഒരു മാറ്റം വരാൻ, ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോ ബാപ്പയില്ലാതെ, ഉമ്മയില്ലാതെ, സഹോദരങ്ങളില്ലാതെ, കൂടപ്പിറപ്പുകളില്ലാതെ, ബന്ധുമിത്രാദികളില്ലാതെ, സഹപാഠികളും ആരുമില്ലാതെ ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പയോ ഉമ്മയോ പൊന്നുമക്കളോ ഖബറിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വരാതെ അങ്ങനെ ഉള്ള 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ഹബീബേ, എന്റെ മയ്യത്ത് അവിടെ നിന്ന് കുളിപ്പിക്കുമല്ലോ. ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരാൻ, ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നല്ല വെള്ളം ഒഴിക്കാൻ. അല്ലാഹുവേ, അതും മാത്രമല്ല നബിയെ, അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, എന്റെ വീടിന്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുമ്പോ ലഅനത്തിന്റെ മാലാകമാര് കടന്നു വരാതിരിക്കാൻ അല്ലാഹുവിന്റെ ഹബീബേ, അവിടുന്ന് റഹ്മത്തിന്റെ മാലാകമാര് കൂട്ടം കൂട്ടമായി കടന്നു വന്നുകൊണ്ട് ദിക്റുകൾ ചൊല്ലാൻ, തസ്ബീഹുകൾ ചൊല്ലാൻ ഹബീബേ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് റസൂലല്ലാഹ്, അതിന് വേണ്ടുന്ന അമലുകൾ, അതിന് വേണ്ടുന്ന എന്തൊരു പ്രവർത്തനമാണോ അതിനോട് പറഞ്ഞാൽ അത് ഞാൻ സ്വീകരിക്കാം നബിയെ. ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാ, കുറച്ച് ട്രിബിൾ കൂട്ടിട്ടാ നിങ്ങൾക്കൊക്കെ വേണ്ടി പറയാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, നിനക്ക് എന്താണോ അലിയെ വേണ്ടുന്നത് ഞാൻ തരാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് വീണ്ടും ചോദിച്ചു പോവുകയാണ്, യാ റസൂലല്ലാഹ്, അവിടന്ന് ലോകത്തിന്റെ രാജകുമാരനായ റസൂലേ, അവിടന്ന് ലോകത്തൊന്ന് പിരിഞ്ഞു പോയാൽ അവിടത്തെയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ, അവിടത്തെ ചുമക്കാൻ, അവിടത്തെ കൊണ്ടുവെക്കാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരുമല്ലോ. സാധുക്കളായ നമുക്കും ആ ഒരു അവസരം തരണം നബിയേ. അതിന്റെ വഴി എന്താണ് എന്നൊന്ന് പഠിപ്പിക്കുവോ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്, അലിയേ, നീ ഉദ്ദേശിക്കുന്നത് എന്താണ്? മുത്തുനബിയെ, ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ അവിടത്തെയുടെ പ്രിയപ്പെട്ട പൊന്നുമോള് സയ്യിദത്തുൻ നിസാഉ ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടിയാണ്.
മിന്നിക്കടന്ന് വരുന്ന മുഴുവൻ സ്വഹാബത്തുണ്ടല്ലോ, ആ സ്വഹാബത്തിന്റെ ഭാര്യമാരുണ്ടല്ലോ, സ്വഹാബത്തിന്റെ മക്കളുണ്ടല്ലോ, താബിഈങ്ങളുണ്ടല്ലോ, താബിഈങ്ങളുണ്ടല്ലോ. ഇനി ആരൊക്കെയാണ് ദുനിയാവിന്റെ പുറത്ത് കടന്നു വരാനിരിക്കുന്നത്? ഇലാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ദുനിയാവിന്റെ പുറത്ത് കടന്നു വരാനിരിക്കുന്നവർക്ക് അവർക്കൊക്കെ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വന്നുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ, മയ്യത്ത് ചുമന്നു കൊണ്ടുപോകാൻ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഷമീർ ദാരിമിക്ക് വേണ്ടിയാ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചോദിച്ചു പോയത്. ഇന്ന് നമ്മുടെ സദസ്സിന് നിറസാന്നിധ്യമായ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് വേണ്ടിയാണ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടിയാണ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിന്റെ രാജകുമാരനായ മദീനയുടെ തോഴനായ നമ്മുടെ ഖൽബിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട അലിയേ, എൻ്റെ പ്രിയപ്പെട്ട അലിയേ, നിന്റെ മനസ്സിലുള്ള ആഗ്രഹം നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ റഹ്മത്തിന്റെ മലക്ക് വരണമെന്നാണല്ലോ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മുഴുവനും മനസ്സിലുള്ള ആഗ്രഹം അങ്ങനെയാണ്. ബാപ്പ കുളിപ്പിക്കുമ്പോ, സഹോദരങ്ങൾ കുളിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവർ കുളിപ്പിക്കുമ്പോ, പടച്ചറബേ പടച്ചറബേ, അവര് കുളിപ്പിക്കുന്നതിനേക്കാൾ റബ്ബിന്റെ മലായിക്കത്തുകൾ കടന്നു വന്നുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ ആഗ്രഹത്തോടെ ഇരിക്കാത്ത ഒരാളും ഇവിടെ ഇല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പഠിക്കുക, ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ചൊല്ലിക്കോളി, മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മുഹമ്മദ് മുസ്തഫ, റബീഉൽ അവ്വലല്ലേ, ഉറക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതിനകത്ത് മയ്യത്ത് കുളിപ്പിക്കാൻ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന സഹോദരങ്ങൾക്ക് ആഗ്രഹമില്ലാത്തവരുണ്ടാകുമോ? റഹ്മത്തിന്റെ മലക്ക് വന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ ആഗ്രഹമില്ലാത്തവരിവിടെ ഉണ്ടാകുമോ? എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമല്ലോ, അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വന്നിട്ട് മയ്യത്ത് കുളിപ്പിച്ചു പോയാൽ അൽഹംദുലില്ലാഹ്, എത്രയോ സന്തോഷമാണ്, എത്രയോ ആനന്ദമാണ്, എത്രയോ ആഹ്ലാദമാണ്. മയ്യത്ത് അല്ലാഹുവിന്റെ, ഉമ്മമാരോടല്ല, ഉമ്മമാർ കൈയൊന്നും പൊക്കണ്ട, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ മയ്യത്ത് കുളിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കൈവയ്ക്കാൻ നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് എത്ര ആൾക്കാരുണ്ട്? എല്ലാവർക്കും അല്ലാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. അല്ല, അതുകൊണ്ടല്ലോ ഉമ്മമാർക്ക് കണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും. അപ്പോൾ ഉമ്മമാർക്ക് എന്താണ് പൊക്കിക്കാതെ ചോദിക്കേണ്ടത്, അത് വേണ്ടെന്ന് വെച്ചിട്ട് അവർ മനസ്സുകൊണ്ട് കരുതിയിരിക്കണു. അല്ലാഹു അതിനുള്ള സൗഭാഗ്യം കൊടുക്കട്ടെ, അല്ലാഹു അതിനുള്ള സൗഭാഗ്യം കൊടുക്കട്ടെ. അതിന്റെ ഒന്നാമത്തെ വഴിയാണ് അൽ ഹുബ്ബുൽ നബി, ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്. അതിന്റെ ഒന്നാമത്തെ വഴിയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം. മുത്തുനബിയെ സ്നേഹിച്ച ഒരാളും ഇന്നേ വരേക്ക് നഷ്ടമായി പോയിട്ടില്ല. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവരെ വിജയിപ്പിച്ചിട്ടുണ്ട്. 6 അടി മണ്ണിലും അല്ലാഹു അവരെ വിജയിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കലും നഷ്ടമായിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് കടന്നു പോകാൻ അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. ഉറക്കുന്നവർ അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പിരിയുമ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാനുള്ള ഒരു ആയത്യം പഠിപ്പിച്ചു തരും. കാണുന്നവർക്കൊന്ന് കൈവൊക്കെ നോക്കട്ടെ. അൽഹംദുലില്ലാഹ്, എന്തൊരു ഉന്മേഷം. താഴ്ത്തി അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അത് അവസാനേ പറയുള്ളൂ, ഇപ്പം പറയില്ല. അല്ലാഹു അതുകൊണ്ട് അവസാനം ഇരിക്കാം, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്നേഹിക്കുക മദീനയുടെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് കടന്നു പോവുക. അല്ലിമോ ഔലാദകും മഹബ്ബത്തൻ ലി റസൂലില്ലാഹ്.
അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം മക്കളോട് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് പണ്ഡിതന്മാര് കിതാബുകളിലൂടെ മദ്രസകളിലൂടെ പഠിപ്പിക്കുക, മക്കൾക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പഠിപ്പിക്കുക. എന്നാലാണ് ബാപ്പ എന്നുള്ള വിളി മക്കൾക്കൊന്ന് കടന്നു വരിക. റസൂലുള്ളാന്റെ ജീവിതത്തിന്റെ പാഠങ്ങൾ പൊന്നുമക്കളോട് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് പെങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ ഉമ്മ രോഗമായി കിടക്കുമ്പോ, അല്ലാഹുവേ എന്റെ ഉമ്മ രോഗമായി കിടക്കുകയാണല്ലോ, എന്റെ ബാപ്പ രോഗമായി കിടക്കുകയാണല്ലോ, അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, വെള്ളം കൊടുക്കാ ഞാൻ കടന്നു വരണമല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടിയിട്ട്, പ്രിയപ്പെട്ട ബാപ്പക്ക് വേണ്ടിയിട്ട് വെള്ളം കൊടുക്കാ, അവരെ ചുമന്നു കൊണ്ടുപോകാ, അവരെ എടുക്കാനും അവരുടെ മലവും മൂത്രവും എടുത്ത് കളയാറ് ഒരു മകനിക്കൊന്ന് മനസ്സ് വരണോ? അതിന്റെ ഒന്നാമത്തെ വഴി ഏതെന്നറിയോ? ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലാണ്. അതുകൊണ്ട് എന്റെ പെങ്ങളെ, മക്കൾ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ, നമ്മുടെ ആൺമക്കൾ ബാപ്പമാരുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ അവിടെ റഹ്മത്തിന്റെ മലക്ക് വന്നുകൊണ്ട് കുളിപ്പിക്കണോ? അതിന്റെ ഒന്നാമത്തെ വഴി ഏതാണ്? ബാപ്പയും ഉമ്മയും അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി മക്കളോട് പഠിപ്പിച്ചു കൊടുക്കലാണ്. ഉമ്മയും ബാപ്പയും മക്കളോട് ഹബീബിനെ പറ്റിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ റഹ്മത്തിന്റെ മലക്കിനെ വിളിക്കും. എന്റെ ഹബീബിനെ പറ്റി പറയുന്നവരാണ് ആ കുടുംബം. അതുകൊണ്ട് ആ കുടുംബം ആഗ്രഹിക്കുന്നത് മുഴുവൻ അവർക്ക് കൊടുക്കണമെന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഉറക്കെ പറയ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയാൻ, അല്ലിമു ഔലാദക്കും മഹബ്ബത്തൻ ലിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ക്, സ്നേഹം പറഞ്ഞു കൊടുക്കുക. അത്ര സന്തോഷമാണ്, അതത്ര ആനന്ദമാണ്. നിങ്ങൾക്കറിയുമല്ലോ സമർക്കന്ദിലുള്ള പ്രിയപ്പെട്ട കുഞ്ഞുബാലന്റെ കഥ. അല്ലാഹുവേ 6 വയസ്സുള്ള പൊന്നുമകനെ ഉമ്മ ചാരത്തെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, കുഞ്ഞു മോനെ പൂനബിയെ ഒന്നറിയാമോ, നിനക്ക് കൽബിലാശ പൂവ് പോലെ ഒന്ന് ചൊല്ലാമോ? ഇല്ലവും മാവുപ്പയുടെ പേരുതുമില്ലാതെ, ഉമ്മയുടെ പേരുതും അറിയുവതില്ലാതെ ചൊല്ലിടാമോ പുണ്യ നബിയുടെ പാദമാകെ ജീവിത പാതയിൽ നിറഞ്ഞതും കരളാതിനാകെ. 6 വയസ്സുള്ള കുഞ്ഞു ബാലനെ ഉമ്മ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ, നമ്മുടെ ഖൽബിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ, ആ റസൂലുള്ളാഹിന്റെ പേരറിയോ? ആ ഹബീബിന്റെ പേരറിയോ? ആ ഹബീബിന്റെ ഉമ്മാന്റെ പേരറിയോ? ആ റസൂലുള്ളാഹിന്റെ ബാപ്പയുടെ പേരറിയോ? 6 വയസ്സുള്ള കുഞ്ഞുമോനെ പറയുന്നില്ല ഉമ്മ. അവിടെ ഉമ്മ കുഞ്ഞു മകനെ ചാരത്തേക്കൊന്ന് വിളിച്ചിരുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ, നമ്മുടെ ഖൽബിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ, നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് എന്നാണ്. ആ റസൂലുള്ളാഹിന്റെ ഉമ്മന്റെ പേര് ആമിന എന്നാണ്. പ്രിയപ്പെട്ട ഉപ്പാന്റെ പേര് അബ്ദുള്ള എന്നാണ്. എന്റെ സഹോദരിമാര് പഠിക്കുക. ഇന്ന് ദുനിയാവിന്റെ പുറത്തൂടെ കടന്നു പോകുമ്പോ പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പർദീസകളിലൂടെ പാരിപ്പറന്നുകൊണ്ട് പടച്ചവനെ പോലും നാണിപ്പിക്കുന്ന കോലത്തിൽ കടന്നു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്രയോ കിലോമീറ്റർ അകലെയാണ് മദീനയുള്ളത്. ആ മദീനയുടെ റൗളാ ശരീഫിന്റെ ചാരത്ത് കിടന്നുറങ്ങുന്ന കരുണക്കടലേ മുഹമ്മദ് മുസ്തഫ, ആ റസൂലുള്ളാഹിനെ പറ്റി 6 വയസ്സുള്ള കുഞ്ഞു മകനോടും പഠിപ്പിക്കുകയാ. അവിടെ നിന്ന് 1 കൊല്ലം കഴിഞ്ഞു. 7 വയസ്സായി, 8 വയസ്സായി, 9 വയസ്സായി, 10ാമത്തെ വയസ്സിലേക്കൊന്ന് കാലെടുത്ത് വെച്ചു. ഉമ്മയുടെ ചാരത്തേക്ക് കുഞ്ഞു ബാലൻ ഓടിപ്പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉമ്മ,
എനിക്ക് ആ ഹബീബിന്റെ റൗളയിലേക്കൊന്ന് പോകണം ഉമ്മ. ആ റസൂലുള്ളാഹിന്റെ റൗളയുടെ ചാരത്ത് പോയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നെനിക്ക് പറയാ കൊതിയുണ്ട് ഉമ്മ. അതുകൊണ്ട് എനിക്ക് അവിടത്തേക്കൊന്ന് കടന്നു പോകണം എന്നവിടന്ന് വിളിച്ചു പറയുമ്പോ ഉമ്മ പറഞ്ഞു, മോനെ നിന്നെ പറഞ്ഞു വിടാൻ ഉമ്മാക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ നിന്റെ രണ്ട് കാലുകളും തളർന്നു പോയതാണ്. നിന്റെ രണ്ട് കാലുകളും തളർന്നു പോയതാണ്. അതുകൊണ്ടാണ് പൊന്നുമോനെ ഉമ്മ പറഞ്ഞു വിടാത്തത്. എത്രയോ ഘാതം അകലെയാണ് മദീന. ഹബീബിനെ പറ്റി ഉമ്മ പഠിപ്പിച്ചു കൊടുത്തു. ആ ഹബീബിന്റെ ജീവിതത്തെ പറ്റി ഉമ്മ പഠിപ്പിച്ചു കൊടുത്തു. അവസാനം കുഞ്ഞുമകന്റെ മനസ്സിന്റെ ഉള്ളില് ഉമ്മ എന്റെ റസൂലിന്റെ റൗളയിലേക്കൊന്ന് പോകണം ഉമ്മ. നമ്മുടെ മക്കളെ പോലത്തെ ഒരു മകനല്ല. രണ്ട് കാലുകൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടെങ്കിലും ആ രണ്ട് കാലുകൾ കൊണ്ട് നടക്കാൻ കഴിയില്ല. തളർന്നു പോയ കാലുകളാണ്, തളർന്നു പോയ കാലുകളാണ്. ആ കാലുകൊണ്ട് ഇഴഞ്ഞിഴഞ്ഞാണ് പൊന്നുമോന് വീട്ടിന്റെ ഉള്ളിൽ നടക്കുക. അങ്ങനെ ഉള്ള ഒരു വഴിയാണ് ആ പൊന്നുമകനിക്കുള്ളത്. ഹബീബിനെ പറ്റി ഉമ്മ പഠിപ്പിച്ചപ്പോ ആ റസൂലുള്ളാഹിയെ കണ്ടേ മതിയാകും എന്നുള്ള ആഗ്രഹമായി അവസാനം അവിടെ 11ാമത്തെ വയസ്സ് വന്നു. ഉമ്മയുടെ ചാരത്തേക്കൊന്ന് കടന്നു വന്നിട്ട് പറയുന്നു, ഉമ്മ എനിക്ക് പോകണം ഉമ്മ. എന്റെ ഹബീബിന്റെ റൗളാന്റെ ചാര പോയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് എനിക്ക് ഒരുപാട് സ്വലാത്തുകൾ സലാമുകൾ ചൊല്ലണം ഉമ്മ. അതുകൊണ്ട് എനിക്ക് അനുവാദം തരുവോ? പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ നിനക്ക് നടക്കാൻ കഴിയൂലല്ലോ. നിനക്ക് രണ്ട് കാലുകൾ അല്ലാഹു തന്നിട്ടുണ്ടെങ്കിലും ആ കാല് കൊണ്ടൊന്നിനും കഴിയൂല. ഒരു വയസ്സ് കൂടെ കഴിഞ്ഞു പോവുകയാണ്. 12 വയസ്സായ പ്രിയപ്പെട്ട കുഞ്ഞുബാലൻ ഉമ്മാന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, ഉമ്മ നിങ്ങളല്ലേ റസൂലുള്ളാഹിയെ പറ്റി എന്നോട് പറഞ്ഞത്? ആ ഹബീബിന്റെ ഉമ്മയെ പറ്റി നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്? ആ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ബാപ്പച്ചിയെ പറ്റിയിട്ട് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്? അതുകൊണ്ട് ഉമ്മ എനിക്ക് ആ മുത്തിന്റെ ചാരത്തേക്ക് എനിക്കൊന്ന് കടന്നു പോകണം ഉമ്മ. ആ ഹബീബിന്റെ റൗളന്റെ അടുക്കൽ പോയി മനസ്സ് പൊട്ടിയിട്ട് എനിക്ക് കരഞ്ഞിട്ട് സലാം പറയണം ഉമ്മ. അവസാനം കുഞ്ഞുബാലന്റെ കരച്ചില് കണ്ടിട്ട് ഉമ്മ പൊന്നുമോനെ വിളിക്കുകയാണ്, പൊന്നുമോനെ ഉമ്മ നിനക്ക് അനുവാദം തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം പ്രിയപ്പെട്ട കുഞ്ഞുബാലനിക്ക് വേണ്ടിയിട്ട് ഒരു ഈത്തപ്പഴം എടുക്കുകയാണ്. അതൊരു പൊതിക്കകത്താക്കി കുറച്ച് വെള്ളമെടുത്തു കുഞ്ഞുബാലന്റെ ശരീരത്തേക്ക് അതിനെ കെട്ടിയിട്ട് കൊടുക്കുകയാണ്. അതാ ഇറങ്ങുകയാ. നടക്കാൻ കഴിയൂല, സഞ്ചരിക്കാൻ വാഹനങ്ങളില്ല, കുതിരയില്ല, ഒട്ടകമില്ല, സാധു കുടുംബമാണ്. ഉമ്മ കുഞ്ഞാര മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മൊത്തം കൊടുക്കുകയാണ്. എവിടത്തേക്കാണ് കടന്നു പോകുന്നത് എന്നറിയോ? ലോകത്തിന്റെ രാജകുമാരനായ, ഉറക്ക ചൊല്ലിക്കോ സ്വലാത്ത്, ലോകത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ളാഹിന്റെ സമക്ഷത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഇഴയുകയാണ്. ആ പോകുന്ന വഴികളിലൊക്കെ സൂര്യൻ നോക്കിയിട്ട് വിളിച്ചു പറയാണ്, സൂര്യനേ നിനക്കെന്റെ റസൂലുള്ളാഹിനെ അറിയുമോ? ചന്ദ്രന് നോക്കിയിട്ട് പറയാ, ചന്ദ്രനെ നിനക്കെന്റെ റസൂലുള്ളാഹിനെ അറിയുമോ? വഴിയോരത്തുള്ള ചരൽ കല്ലുകളെ പറക്കിയെടുത്തിട്ട് ആ ചരൽ കല്ലുകളോട് വിളിച്ചു പറയാ, നിനക്കെന്റെ റസൂലുള്ളാഹിനെ അറിയുമോ? ഈത്തപ്പന മരങ്ങളോട് ചോദിക്കാ, നിനക്കെന്റെ റസൂലുള്ളാഹിനെ അറിയോ? പക്ഷിപരവാദികളോട് ചോദിക്കാ, നിനക്കെന്റെ ഹബീബിനെ അറിയോ? എന്നിങ്ങനെ ചോദിച്ച് അവസാനം ചുട്ടുപഴുത്തു കിടക്കുന്ന മണൽപ്പരപ്പിലൂടെ അല്ലാഹുവേ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് പൊന്നുമകൾ പോവുകയാണ്. ചുട്ടുപഴുത്ത് കിടക്കുന്ന മണൽപ്പരപ്പാട്. ആ മണൽപ്പരപ്പിലൂടെ
ഇഴഞ്ഞു പോയ കാരണത്താൽ കാലിന്റെ തോലുരിഞ്ഞു മാറുകയാണ്. അവിടെ ബ്ലഡ് ധാരധാരയായി ഒഴിക്കുകയാണ്. എന്നിട്ടും പ്രശ്നമില്ല, എനിക്ക് എന്റെ റസൂലിന്റെ ചാരത്തേക്ക് എനിക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുബാലൻ എഴുതുകയാണ്. നമുക്കറിയുമല്ലോ, ശരീരത്തിന്റെ കാലിന്റെ അടിഭാഗത്തൊരു മുറിവുണ്ടോ, ചെരുപ്പിടാതെ നമുക്കൊന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുമോ? അവിടുത്തെ കാലിന്റെ മുട്ടുകാലുകൾ മുറിഞ്ഞിട്ട് ചോര ഒലിച്ചിട്ട് പോലും ചുട്ടുമടുത്ത് കിടക്കുന്ന മണൽ പരപ്പിലൂടെ കുഞ്ഞുബാലൻ എഴുതുകയാണ്. മനസ്സ് മുഴുവനും മദീനയാ, മനസ്സ് മുഴുവനും റസൂലുള്ളയാണ്. ആ ഹബീബിന്റെ അടുക്കലുള്ള സലാമാണ്. ഇഴഞ്ഞു അവിടെ നിന്ന് നിർത്തിയിട്ടില്ല, ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞു കൊണ്ട് പോവുകയാണ്. അവസാനം അവിടെ നിന്ന് ദുആരക്കുന്നു, റബ്ബേ എനിക്കിനി നടക്കാൻ കഴിയൂല, ഇഴയാൻ കഴിയൂല, എന്റെ കാല് പൊട്ടിയിട്ട് ബ്ലഡ് ഒലിക്കുന്നുണ്ട് റബ്ബേ. അതുകൊണ്ട് അല്ലാ, എന്റെ മനസ്സിലുള്ള ആഗ്രഹം മദീനയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും ഇഴയുന്നു. ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ അവസാനം മദീനത്തിന്റെ ബൗണ്ടറിയിലേക്ക് കുഞ്ഞുബാലൻ എത്തിച്ചേരുകയാണ്. അവിടെ അവസാനം നോക്കുമ്പോഴോ ബ്ലഡ് ഇങ്ങനെ ധാരധാരയായി ഒലിക്കുന്നുണ്ട്. മുട്ടുകാലിലേക്ക് നോക്കിയിട്ട് കുഞ്ഞുബാലൻ വിളിച്ചു പറയാട്, അല്ലാഹുവേ എന്റെ ദുആയാണ് മദീനയിലേക്ക് എത്തണമെന്ന്. ഈ മദീനത്തിന്റെ ബൗണ്ടറിയിൽ ഞാൻ എത്തിയല്ലാ, ഹബീബിന്റെ പാദസ്പർശനമേറ്റ് പുളകിതമായ മണൽപ്പരപ്പാണ് റബ്ബേ ഇത്. അതുകൊണ്ട് അല്ലാഹുവേ എന്റെ കാലിലൂടെ ഒഴുകി വരുന്ന ബ്ലഡ് ഉണ്ടല്ലോ, ആ ബ്ലഡ് റസൂലുള്ളാന്റെ പാദപങ്കജമേറ്റ് പുളകിതമായ ഈ മണൽപ്പരപ്പിന് പുരട്ടിക്കൂടാ അല്ലാ എന്ന് പറഞ്ഞിട്ട് മണൽപ്പരപ്പ് ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുകയാണ്. മദീനത്തിന്റെ ബൗണ്ടറിയിൽ നിന്ന് കുറച്ച് മണലിങ്ങനെ കയ്യിലേക്ക് വാരി അല്ലാഹുവിലേക്ക് ദുആരക്കുകയാണ്. അല്ലാഹുവേ ഇത് റസൂലുള്ളാന്റെ പാദം പതിഞ്ഞ മണ്ണാണ്, ഹബീബിന്റെ പാദം പതിഞ്ഞു പോയ മണ്ണാണ്. അതുകൊണ്ട് പടച്ച റബ്ബേ ഈ മണ്ണ് സത്യസന്ധതയുടെ മണ്ണാണ്. എന്റെ മുറിവിലേക്ക് ഞാൻ പുരട്ടാൻ പോവുകയാണ്, എന്റെ മുറിവ് മാറ്റണം അല്ലാ എന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ആ മുട്ടുകാലിന്റെ ഭാഗത്തേക്ക് അങ്ങ് പുരട്ടുകയാണ്. ആ സമയത്തു തന്നെ പൊന്നുമകന്റെ കാലിന്റെ ബ്ലഡൊക്കെ നിൽക്കുകയാണ്. മദീനയിലേക്ക് കുഞ്ഞുബാലൻ കടക്കുകയാണ്. അവിടെ ഇഴയുകയാണ്. എവിടത്തേക്ക്? ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്കാണ് ആ മണൽ പരപ്പിൽ ഇരുന്നു കൊണ്ട് ദുആരക്കുകയാണ്. മദീനയിലേക്ക് ഞാൻ കടന്നു റബ്ബേ, ഇന്ന് എനിക്കൊന്നേ കാണാനുള്ളൂ, എന്റെ ഹബീബ് ഞാൻ ആഗ്രഹിച്ചു പോയ ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ളാഹിന്റെ റൗളന്റെ അടുക്കലേക്കൊന്ന് എത്തണം ആഗ്രഹം വെച്ച് അവിടെ എഴുതുകയാണ്. ഇഴഞ്ഞിഴഞ്ഞ് നോക്കുമ്പോഴോ വിദൂരത്ത് നിന്നുകൊണ്ട് കാണുന്നുണ്ട് ഹബീബിന്റെ ആ റൗള ശരീഫാട്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സലാം പറയുകയാണ്. സലാം പറഞ്ഞുകൊണ്ട് അവിടത്തേക്ക് ഇഴയുന്നു. ഇഴച്ചിലിന്റെ സ്പീഡ് കൂടുകയാണ്. ആ റൗളന്റെ ചാരത്തേക്ക് എത്തുകയാണ്. അതിന്റെ അടുക്കൽ പോയിരുന്നിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. എന്നിട്ട് പറയുന്ന റസൂലേ, ഇതാരാ വന്നിരിക്കുന്ന എന്നറിയോ? നടന്നല്ല നബിയെ വന്നിട്ടുള്ളത്, ഇഴഞ്ഞാണ് റസൂലുള്ളാഹ് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് റസൂലേ ഈ കുഞ്ഞു ബാലനെ വന്ന് കാണണേ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് ആ റൗളന്റെ ചാരത്തിരുന്ന് കൊണ്ട് ഉറങ്ങുകയാണ്. അപ്പോഴും ദുആ ചെയ്തിട്ടാ ഉറങ്ങിയത്. റബ്ബേ മദീന കാണണമെന്ന് പറഞ്ഞപ്പോ മദീന കണ്ടു, റൗള കാണണമെന്ന് പറഞ്ഞപ്പോ
വന്നപ്പോ റൗള കണ്ടു. റബ്ബേ, ഇനി എനിക്കൊരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എന്റെ ഖൽബിന്റെ മണിമുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണലാണ്. ആ ഹബീബിനെ വന്ന് കണ്ടുപോയാൽ എനിക്ക് സന്തോഷമാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഉറങ്ങുമ്പോ ആ ഉറക്കത്തിൽ കടന്നു വരുന്നതാരാ? ലോകത്തിന്റെ രാജകുമാരാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കടന്നു വരികയാണ്. കുഞ്ഞുമകനെ വാരി പുണർന്നുകൊണ്ട് ചോദിക്കുകയാണ്, പറയുമോനെ, പറയുമോ മാലാകയാണോ അതോ ചിന്നു വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണോ? ചൊല്ലുമോനെ, ചൊല്ലിടോ നീ ചൊന്നതാരോ? കൽബിലൊരാഗ്രഹം നിറഞ്ഞു വിണ്ണിൽ പോവതാണോ? റസൂലുള്ളാഹി കുഞ്ഞുബാലനെ വാരി പുണരുകയാണ്. ഹബീബ് അവിടുന്ന് തുരുതുരാ മുത്തം കൊടുത്തു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് അവിടുന്ന് ദ്വാരക്കുകയാണ്, അല്ലാഹുവേ, എന്റെ ഹബീബിനെ കണ്ടുപോയ കണ്ണാണ് അല്ലാ. പടച്ച റബ്ബേ, ഈ കണ്ണുകൊണ്ട് ഇനി എനിക്ക് മറ്റൊന്നിനെയും കാണണ്ട. എനിക്ക് ഇവിടെ വെച്ച് എനിക്ക് മരിച്ചാൽ മതി റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ദുആരക്കുകയാണ്. എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാ, ഈ കുഞ്ഞുബാലന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയില് റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് അവിടെ കടന്നു വന്നത്. വീട്ടിന്റെ ഉള്ളിലുള്ള ഉമ്മ വിളിച്ചു, മകനെ, പൊന്നുമകനെ, റസൂലുള്ളാഹിനെ അറിയുമോ? ആ ഉമ്മയുടെ അതരങ്ങളിലൂടെ അടർന്നു വീണുപോയ അമൂല്യമുത്തുകളാണ് വാരിപ്പെറുക്കി എടുത്തു പോയിട്ട് അവസാനം ഇന്ന് മദീനയിൽ അവിടെ മറപ്പെട്ട് കിടക്കുന്ന കുഞ്ഞുബാലൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ എന്നെ പറ്റി നിങ്ങൾ പഠിപ്പിച്ചു. എന്നോടുള്ള സ്നേഹം നിങ്ങളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു പോയാൽ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരുന്നതാണെന്ന് ലോകത്തിന്റെ രാജകുമാരാ മുഹമ്മദ് മുസ്തഫ. പറഞ്ഞോളി മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ സൗണ്ട് ഒന്നിട്ട് ഈ മോണിറ്ററിലൊന്നും സൗണ്ട് തീരെ കിട്ടുന്നില്ല. ആദരവായി നബിയുനാ റസൂലുള്ളാഹി. പറഞ്ഞോളി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ വാക്കാണ്. നമ്മൾ ആ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടാൽ മതി, ആ ഹബീബിനെ സ്നേഹിച്ചാൽ മതി, ആ ഹബീബിന്റെ ജീവിതം ഒന്ന് കൊണ്ടുവന്നാൽ എന്നാൽ അൽഹംദുലില്ലാ നമ്മളൊക്കെ രക്ഷപ്പെടും. നമുക്ക് വല്ലാത്ത പാഠം അല്ലാഹു തആല തരും. ആ ഹബീബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കുന്നു പറയും എല്ലാവരും, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉമ്മയാണ്, ബാപ്പയാണ്, അല്ലിമു ഔലാദകും മഹബ്ബത്തൻ ലിറസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി മക്കളോട് പഠിപ്പിച്ചു കൊടുക്കാൻ എന്തെങ്കിലും നമ്മുടെ മക്കൾക്കറിയോ? ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കൾ, ആ മക്കൾക്ക് ഹബീബുള്ളാഹിന്റെ ജീവിതത്തെ പറ്റി അറിയോ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിച്ചാലേ ഇരിക്കുന്ന ഉമ്മമാരെ നമ്മുടെ മക്കൾ ബഹുമാനിക്കും, ഇരിക്കുന്ന ബാപ്പമാരെ നമ്മുടെ മക്കൾ ബഹുമാനിക്കും. അതുകൊണ്ട് ആദ്യം ഹബീബിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം. റസൂലുള്ളാഹിയെ പറ്റി എപ്പോഴും സന്തോഷത്തോടുകൂടി പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ഈ ഇരിക്കുന്നത് ഒരു മൗലിദിന്റെ സദസ്സിലാണ്. എന്താ മൗലിദ്? സാധാരണ ഇപ്പോ നമ്മൾ വന്ന് സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമർ നബിയുൽ ഹുദാ വഅൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ വഅഖ്റജഹു ഫീ ആഖിരി الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه النخجل قمرا مفرقدا ألا هو الذي تبسل
به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح ونجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لحمها مخمدا ورأت أمه آمنة حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا ولأت شمس الفلاح والهدى فسميه محمدا എന്ന് തുടങ്ങുന്നത് മാത്രമല്ല മൗലിദ്. അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പറയുമ്പോൾ അത് മൗലിദാണ്. നമുക്കിന്നിപ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബ പാരമ്പര്യമുള്ള സയ്യിദ് നമ്മളോടൊപ്പം ഹബീബിനെ പറ്റി പറയുമ്പോൾ അപ്പോൾ നമ്മുടെ നാട്ടുകാരത്ര സന്തോഷമുള്ള ആൾക്കാർ. അള്ളാഹു ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉറക്കുന്നവർ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ, ഞാൻ തങ്ങളെ എത്തിയിട്ട് പൊക്കി പറയില്ല, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മുത്തുനബിയെ പറ്റി പറയുമ്പോൾ അൽഹംദുലില്ലാഹ് ഒരു സയ്യിദ് നമ്മളോടൊപ്പം ഇരിക്കാൻ നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്, നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന സദസ്സും മൗലിദിന്റെ സദസ്സാണ്. ഹബീബിനെ പറ്റി പറയുമ്പോൾ, ഹബീബിന്റെ ജീവിതത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ അത് മുഴുവനും മൗലിദാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദ, റസൂലുള്ളാഹിനെ പറ്റി പറയുന്നതിനാണ് മൗലിദ് എന്ന് പറയുക. നാല് ഖലീഫമാരും അതിന് പിൻഗാമിയിട്ടുണ്ട്, അതിന്റെ പിൻഗാമികളായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ആരാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദുകൾ പാരായണം ചെയ്യുന്ന സദസ്സിൽ ഒരാൾ ഒരു ദിർഹം ചിലവഴിച്ചാൽ കാന റഫീഖി ഫിൽ ജന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, അവൻ എന്നോടൊപ്പം സ്വർഗ്ഗത്തിലാണ്. ആരെയും പറഞ്ഞ്? ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും അടുത്ത ചങ്ങാതി അബൂബക്കർ സിദ്ദീഖ് അല്ലേ? അബൂബക്കർ തങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ചിലവഴിക്കണമെന്നാണ്. എന്നാൽ അവൻ എന്നോടൊപ്പം സ്വർഗ്ഗത്തിലെ എന്റെ ഹബീബിന്റെ ആരാണ് ചിലവഴിക്കുന്നത്? അവൻ സ്വർഗ്ഗത്തിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ എന്താ പറഞ്ഞത്? ഫഖദ് അഹിയൽ ഇസ്ലാം, അല്ലാഹുവിന്റെ ദീനിനെ അവൻ ജീവിപ്പിച്ചവനെ പോലെയാണ്. മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഹബീബിനെ പറ്റി പറയുമ്പോൾ ആ സദസ്സിലേക്ക് പോകുന്നതാരാ, അവിടെ ഇരിക്കുന്നതാരാ, സ്വലാത്ത് ചൊല്ലുന്നതാരാ, അങ്ങനെ ഉള്ളവർ ഫഖദ് അഹിയൽ ഇസ്ലാം, അല്ലാഹുവിന്റെ ദീനിനെ അവൻ ജീവിപ്പിച്ചുവെന്ന് രണ്ടാം ഖലീഫ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്യണ്ടെന്നല്ല, ചെയ്തുകൂടാന്നല്ല, അങ്ങനെ ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ബദറിന്റെയും മുഹദിന്റെ, അതായത് ബദറിന്റെയും ഹുനൈനിന്റെയും രണാങ്കണത്തിൽ പോയി യുദ്ധം ചെയ്ത കൂലിയാണ് അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പറയുന്ന സദസ്സിൽ ഒരാൾ ഹദിയ ചെയ്താൽ അല്ലാഹു അങ്ങനെയുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു അങ്ങനെയുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ പങ്കെടുത്ത ഒരാളെ എന്താ പറഞ്ഞറിയോ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബിന്റെ സദസ്സിൽ പങ്കെടുത്ത, ഹബീബിന് വേണ്ടി കൊടുത്ത, ഹബീബിന് വേണ്ടി ചിലവഴിച്ച ഒന്നും നഷ്ടപ്പെടില്ല, ഒന്നും ഇല്ലാതെയാകില്ല. അവൻ ലാ യദ്ഖുലു, അല്ലാഹുവിന്റെ ഹബീബിന്റെ മരുമകൻ പറയാണ്, ലാ യദ്ഖുലു ദുനിയാ മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് അവൻ വിട പറയൂല, ബിൽ ഈമാൻ ഇല്ലാ ബിൽ ഈമാൻ, ഈമാനോടുകൂടി അല്ലാതെ അവൻ മരിക്കൂല. ഹബീബിന്റെ സദസ്സിൽ പങ്കെടുത്തവൻ ഈമാനോടുകൂടി മരിക്കുകയുള്ളൂ. പിന്നെയോ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗ്ഗത്തിലേക്ക് അവൻ കടന്നു പോകും ബിഗൈരി ഹിസാബ്, ഒരു ചോദ്യമില്ലാതെ. നിങ്ങളെത്ര ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ഹബീബിനെ പറ്റി മക്കളോട് പഠിപ്പിക്കണം, എന്നാലേ സന്തോഷത്തിന്റെ അവസ്ഥ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഹബീബിനോടുള്ള ജീവിതം വേണമെന്ന് പറഞ്ഞത്. ഒരു സ്വഹാബി ഓടി വരികയാണ് ഹബീബുല്ലാന്റെ ചാരത്തേക്ക്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്ന റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളിൽ കിടന്നുറങ്ങിയതാണ് നബിയേ. അവിടെ ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ മനസ്സ് വിളിച്ചു പറയാണ്, ഉറങ്ങല്ലേ, മദീനയിലേക്കൊന്ന് കടന്നു പോവുക. ആ മദീനയിൽ ഹബീബുണ്ട്, റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നിനക്കൊന്ന് നോക്കിയിരുന്നോട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റതാണ് നബിയേ. പല ദിവസവും ഞാൻ കടന്നു വരാറുണ്ട് റസൂലല്ലാഹ്, അവിടത്തെ മുഖത്തേക്ക് നോക്കിയിരിക്കാറുണ്ട് നബിയേ. കൊതി തീരുവോളം
പ്രതിതീരുവോളം നോക്കാറുണ്ട് നബിയേ. ഇന്ന് ഞാൻ ഇവിടത്തേക്ക് ഏതായാലും കടന്നു വന്ന നബിയേ, എനിക്കൊരു ചോദ്യമുണ്ട് റസൂലല്ലാഹ്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം തരുവോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു പോവുകയാ, പൊന്നുപോലെ എന്ത് ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്? ഉടൻ തന്നെ ആ സ്വഹാബി അവിടെ ചോദിച്ചു പോവുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന് ഞാൻ അവിടത്തെയോട് ചേർന്നിരിക്കുകയാണ്, അവിടത്തെ മുട്ടുമുട്ടോട് ചേർന്നിരിക്കുകയാണ് റസൂലേ. ഞാൻ ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകുമല്ലോ, അവിടെ നിന്ന് ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകുമല്ലോ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ അവസാനം നമ്മൾ ഈ സദസ്സ് അവസാനിപ്പിക്കുന്നത് ഹബീബിന്റെ വഫാത്ത് പറഞ്ഞിട്ടാണ്. മുഴുവനും പറയാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഹബീബിന്റെ വഫാത്ത് പറഞ്ഞാൽ നമ്മൾ ഈ സദസ്സ് ഇൻഷാ അല്ലാഹ് കണ്ണുനീരോടുകൂടി പിരിയാൻ പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പഠിക്കുക, ആശിഖീങ്ങളായ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ സ്നേഹമായി അനുരാഗമായി അനുകമ്പയായി കൊണ്ടുവരുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പഠിക്കുക. എന്തേ പറഞ്ഞെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ അവിടെ ലോകത്തുനിന്ന് പിരിഞ്ഞു പോയാൽ സ്വർഗത്തിന്റെ ഉത്തമമായ സോപാനത്തിലാണല്ലോ, സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിലാണല്ലോ, സ്വർഗത്തിന്റെ ഏറ്റവും നല്ല പദവിയാണല്ലോ. ഒരു പക്ഷേ അല്ലാഹു എനിക്കെങ്ങാനും സ്വർഗമൊന്ന് തന്നുപോയാൽ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരടിത്തട്ടിലല്ലേ നബിയെ ഞാനുള്ളത്? ഇതുപോലെ ഹബീബേ അവിടത്തോട് ചേർന്നിരിക്കാൻ എനിക്ക് അവസരം കിട്ടുമോ നബിയേ? ഹബീബിനോടൊപ്പം ചേർന്നിരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കും തരട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു അതിനുള്ള സൗഭാഗ്യം നമുക്കും തരട്ടെ. ചേർന്നിരിക്കാൻ പറ്റൂല. അവിടെ നിന്ന് ഹബീബ് റസൂലുള്ളാഹി ഇതൊന്നും മിണ്ടിയില്ല. എന്താ ഉത്തരം കൊടുക്കുക? ചോദ്യമൊന്നല്ല, ഹബീബിനോടൊപ്പം ചേർന്നിരിക്കുക. ഇതിനുള്ള ഉത്തരം ഇപ്പൊ എന്താ കൊടുക്കാൻ പറ്റുക? അവിടെ അള്ളാന്റെ ഹബീബ് അവിടെ നിന്ന് നിശബ്ദരായിട്ടിരുന്നു. ആ സമയത്താണ് കടന്നു വരുന്നതാണെന്നറിയോ? നസലൽ അമീൻ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് പറയാറ്, യാ റസൂലല്ലാഹ്, പേടിക്കണ്ട നബിയേ, പേടിക്കണ്ട. فأولئك مع الذين أنعم الله من النبيين والصديقين والشهداء والصالحين. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്ന നബിയേ പറയുക, ആരാണ് നബിയെ അല്ലാഹുവിനെ വഴിപ്പെട്ടത്? ആരാണ് നബിയെ പടച്ചവനെ വഴിപ്പെട്ടത്? അങ്ങനെ ഉള്ളവരാരാണോ അവർക്ക് നാളെ അവിടത്തോടെ ചേർന്നിരിക്കാൻ നബിയെ അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബേ, അവിടത്തെ വഴിപ്പെട്ടവരാരാണ് നബിയെ? അവിടത്തെ സ്നേഹിച്ചു പോയവരാരാണ് നബിയെ? അവിടത്തെ ജീവിതം കൊണ്ടുവന്നവരാരാണ് നബിയെ? അവിടത്തെ പിൻപറ്റിപ്പോയവരാണ് നബിയെ? അങ്ങനെ ഉള്ളവരാരോടൊപ്പം അറിയോ? അല്ലദീന അല്ലാഹു ആദരിച്ചവരുണ്ടല്ലോ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, അല്ലാഹു ബഹുമാനിച്ചവരുണ്ടല്ലോ. അതാരോടൊപ്പമാണ്? സിദ്ദീഖീങ്ങൾ കടന്നു പോകുന്ന സ്വർഗ്ഗം. ആരെക്കുറിച്ചാണ് സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞു പോയത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സ്വർഗ്ഗത്തിലാണ്. അതുകൊണ്ടല്ലേ അവിടെ വ്യക്തമായി പറഞ്ഞത്, سعد سعيد الزبير طلحة وهادي عبيدة
وابني أو في العاشر كرمي وركزلكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അബൂബക്കറെ സ്വർഗ്ഗത്തിലാണ് ആദരവായി നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞോളി, കറക്റ്റ് 2 മണിക്കൂർ അപ്പുറത്തോട്ട് പോവില്ല. ആദരവായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കർ എന്റെ സ്വർഗ്ഗം ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ, സ്വർഗ്ഗം എനിക്കറിയാം. അങ്ങനെ ഉള്ള അബൂബക്കർ സിദ്ദീഖ് തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിലാണ്. ആരാണ് അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവർ, ഹബീബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ സദസ്സിൽ ഇരിക്കുന്നവർ? റസൂലുള്ളാഹിനെ പറ്റി പറയുമ്പോൾ അല്ലാഹുവേ മനസ്സ് കൊടുത്തുകൊണ്ട് 1000 സ്വലാത്തിന്റെ കൈമാറികൾ നിറഞ്ഞ മനസ്സോടുകൂടി കൊടുക്കാൻ ആഗ്രഹമുള്ള എന്റെ പ്രിയപ്പെട്ട ഇരിക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിക്കൊടുത്തത് നബിയെ പേടിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചു, അവരക്ഷപ്പെട്ടു. ഇന്നതൊക്കെ മാറി ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു വരുമ്പോ വേറെ ആരെയൊക്കെയോ മനുഷ്യന്മാര് പിൻപറ്റി, ആരുടെയൊക്കെയോ പേക്കൂത്തിന്റെ പിന്നാലെ പരക്കം പാഞ്ഞു. ഇത് ഞാനിവിടെ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദാരിമിയോട് വെറുപ്പ് വെക്കാനല്ല, പറയുന്നതിൽ അല്ലാഹു ഞാൻ ഈ പറയുന്നതും കേൾക്കുന്നതും ശരിയാണല്ലോ. പണ്ട് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു പരിശുദ്ധമാക്കപ്പെട്ട താടിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അന്ന് നമ്മുടെ യുവ സമൂഹത്തിന്റെ ഇടയിൽ ഇന്നിപ്പോ താടി വെക്കൽ കുറവായിരുന്നു, താടി വെക്കൽ ഒരു കുറവായി കണ്ടു. ഇന്നിപ്പോ താടി വെക്കൽ ഫാഷനായി, ഇല്ലേ? അതാരുടെ പാരമ്പര്യമാണ്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ എന്നോട് ദേഷ്യം വെക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബിന്റെ പാഠമാണോ നമുക്കുള്ളത്? മുസ്തഫായ നബി തങ്ങൾ വിടുന്ന സ്വഹാബത്തിനോട് പഠിപ്പിച്ചു പോയത്. എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, ആരെയാണോ ഒരാള് പിൻപറ്റിയിട്ട് കടന്നു പോകുന്നത്, അവരോടൊപ്പമാണ് അവൻ കടന്നു പോവുക. അവൻ സ്വർഗത്തിലേക്കാണോ കടന്നു പോകുന്നത്? അവനെ പിൻപറ്റിയിട്ടുള്ളവരൊക്കെ സ്വർഗത്തിലാണ്, നരകത്തിന്റെ വൃത്തികേടുകളിലാണോ കണ്ടുകൊണ്ട് കടന്നു പോകുന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നാൽ അവനും നരകത്തിന്റെ പേക്കൂത്തിന്റെ പിന്നാമ്പറങ്ങളിലൂടെയാ. പൊന്നുമോനെ, അല്ലാഹുവിന്റെ ഹബീബല്ലേ നിന്നോട് പറഞ്ഞിന്റെ താടി വെക്കാറ്. ആ ഒരു ജീവിതത്തിന്റെ പാരമ്പര്യമായി മുസ്തഫായ നബി തങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാ വെച്ചു പോയതെങ്കിലോ അൽഹംദുലില്ലാഹ്, നിനക്ക് വേണ്ടിയിട്ട് ശഫാഅത്ത് പറയാൻ ലോകത്തിന്റെ മണിമുത്ത് കടന്നു വരൂലേ പൊന്നുമോനെ? ആരെ കണ്ടിട്ടാ നീ എന്നെ താടി വെച്ചത്? ഏത് സിനിമാണെന്നെ കണ്ടിട്ടാ നീ വെച്ചു പോയത്? സൽമാനെ കണ്ടിട്ടാണോ? മോഹൻലാലിനെ കണ്ടിട്ടാണോ? മമ്മൂട്ടിയെ കണ്ടിട്ടാണോ? ചെറുപ്പക്കാരാ, അത് പറയുമ്പോൾ വെറുപ്പ് വെക്കല്ലേ കൂട്ടുകാരാ. നിനക്ക് വേണ്ടിയിട്ടാണ് നീ ഏറ്റവും കൂടുതൽ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവരേണ്ടുന്ന ആളാരെന്നറിയോ? നമുക്ക് വേണ്ടി അവിടെ നിന്ന് ബദറിൽ പോയി അവിടെ യുദ്ധം ചെയ്തു പോയ ലോകത്തിന്റെ മണിമുത്ത് മുഹമ്മദ് മുസ്തഫ, ആ റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ പാരമ്പര്യമാണെന്ന് പറഞ്ഞിട്ട്, ആ ഹബീബിന്റെ പാരമ്പര്യമാണെന്ന് പറഞ്ഞിട്ട് താടി വെച്ച് പോയാൽ അല്ലാഹുവേ, എന്റെ സുന്നത്തിനെ പിൻപറ്റിയവരാണ്, എന്റെ ജീവിതത്തെ പിൻപറ്റിയവരാണ്. അവരെ കടന്നു വരട്ടെ സ്വർഗീയ ലോകത്തിലേക്ക്. അവർക്കാണ് മോനെ ശഫാഅത്തുള്ളത്. അല്ലാതെ പാപ്പയില്ലാതെ, ഉമ്മയില്ലാതെ, സഹോദരങ്ങളില്ലാതെ, കൂടപ്പിറപ്പുകളില്ലാതെ, ബന്ധുമിത്രാദികളില്ലാതെ അവിടെ നിന്നുകൊണ്ട് പൊട്ടി പൊട്ടി നിലവിളിക്കുമ്പോ മുത്തുനബിയെ കൈവാരി തേച്ചവനാണോ? എന്തൊക്കെ കൂട്ടുകളായി ഇന്ന് കടന്നു പോകുന്നത്? പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ ഇന്നതാ പരിശുദ്ധമാക്കപ്പെട്ട റസൂലുള്ളാഹിന്റെ പാട്ടുകൾ ഇട്ടുകൊണ്ട് കൂട്ടുകൾ കാണിക്കുന്ന കോമാളിത്തരങ്ങളായി മാറിയല്ലോ. കോൽക്കളിയുടെ പിന്നാമ്പറങ്ങളിലൂടെ ഹബീബിനെ വേദനിപ്പിക്കുന്ന പോലെ എന്തിനാ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞിട്ട് സെറ്റിംഗ്സിലുള്ള പാട്ടുകൾ ഇട്ടുകൊണ്ട് ഹബീബിനോടുള്ള സ്നേഹം കാണിക്കാനാണോ? ഒരിക്കലുമല്ല, അത് ഹബീബിനെ വേദനിപ്പിക്കലാണ്. അല്ലാഹുവിന്റെ ഹബീബ്
ഹബീബിനെ വേദനിപ്പിക്കലാണ്. എത്രയോ കൊച്ചുമക്കള് ഇത് പറയുമ്പോ വെറുപ്പ് വെക്കാൻ പാടില്ല. അള്ളാന്റെ ഹബീബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടു പോയ ദഫാണെന്ന് ചെറുപ്പക്കാരാ. അതല്ലാതെ ഇന്ന് വാഹനം വിളിച്ചു കുറെ ചെറുപ്പക്കാര് പോയി കോൽക്കളിയുമായി പുല്ലാമ്പറങ്ങളിലൂടെ കടന്നു പോയാൽ എന്തിനാ റസൂലുള്ളാഹിനെ വേദനിപ്പിക്കുന്നത്? എന്തിനാ ഹബീബിനെ നമ്മൾ ആക്ഷേപിക്കുന്നത്? അതുകൊണ്ട് പുസ്തകത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരിക, പടച്ചവനെ ഞാൻ സ്നേഹിക്കുന്നതാരെയാണ്? എന്റെ ലോകത്തിന്റെ രാജകുമാരനെയാ. എനിക്കൊരു മമ്മൂട്ടിയില്ല, എനിക്കൊരു മോഹൻലാലില്ല. എന്റെ റോൾ മോഡൽ ഹബീബാണ്. എന്റെ ജീവിതം എന്റെ ഹബീബാണ്. എന്റെ പൊന്നു പെങ്ങളെ, ഏത് സീരിയൽ നടിയാ നമ്മളെ രക്ഷപ്പെടുത്തുക? ഏത് സീരിയൽ നടിയാണ് നരകത്തിന്റെ പടുകുഴിയിലേക്കൊന്ന് കടന്നു പോകാനിരിക്കുമ്പോ നിങ്ങളെ വന്നുകൊണ്ട് കൈപിടിച്ചിട്ട് പെണ്ണ് നരകത്തിലേക്ക് പോകുന്ന പോലെ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാറ്? ഏത് കാവ്യാഞ്ജലിയുടെ ഏത് സീരിയൽ നടിയാ കടന്നു വരിക? ഒരു നടിമാരും കടന്നു വരില്ല. പടച്ചവനെ, അവരെവിടെയോ ആർക്കോ വേണ്ടി അവരുടെ ജീവിതത്തിന് വേണ്ടി പണത്തിന് വേണ്ടി അവർ കറിയുമ്പോ അതിന്റെ പിന്നിലൂടെ കരഞ്ഞു പോട്ടുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ, കളിയാക്കുകയല്ല ഞാന്, ആക്ഷേപിക്കുകയല്ല ഞാന്. നമുക്ക് വേണ്ടുന്നത് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പാനീയമല്ലേ പെങ്ങളെ? എന്തിനാ നമ്മൾ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ 60 വയസ്സ് വരെ ജീവിച്ചിരിപ്പം ഉറപ്പുണ്ടോ? 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ല. അല്ലാഹുവേ, ഒരു വീട്ടിലേക്കൊന്ന് കടന്നുപോയി. എന്തിനാണ് മകൻ വന്ന് വിളിച്ചുസ്താദേ എന്റെ വീട്ടിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ രോഗിയാ, എന്റെ ഉമ്മ രോഗിയായിട്ട് കിടന്നു പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ കുറുതുള്ളി വെള്ളമൊന്ന് മന്ത്രിച്ചു കൊടുക്കാറ്, ഒന്ന് കയറിയിട്ട് പോകണമെന്ന് പറയുമ്പോ എത്ര വയസ്സുള്ള പൊന്നു മകനാണെന്നറിയോ? 60 വയസ്സിന്റെ കഥ ഞാനിവിടെ പറയുന്നില്ല, 70 വയസ്സിന്റെ കഥ ഞാനിവിടെ പറയുന്നില്ല, 30 വയസ്സിന്റെ കഥ ഞാനിവിടെ പറയുന്നില്ല. 10-13 വയസ്സുള്ള സ്വാലിഹ് എന്ന് പറയുന്ന എറണാകുളത്തുള്ള പൊന്നുപോലെ എന്റെ കൈപിടിച്ചിട്ട് പറയാണ്, ഉസ്താദേ ഇവിടം വരെ ഞാൻ വന്നിട്ടുണ്ട്, ഇത്രയും നേരം ഞാൻ കാത്തിരുന്നതാണ്, ഒന്ന് വരുമോ എന്റെ വീട്ടില്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഞാനും കൂടെ കടന്നു പോവുകയാണ്. ആ പ്രിയപ്പെട്ട പൊന്നുമകന്റെ ബാപ്പയുമുണ്ട്. യാ അല്ലാഹ്, 10, 30, 36, 37 വയസ്സേ പ്രായം വരികയുള്ളൂ. ഒരു പാവപ്പെട്ട പൊന്നുപങ്ങൾ തളർന്നു കിടക്കുകയാണ്. കയ്യനങ്ങൂല്ല, കാലനങ്ങൂല്ല, ശരീരങ്ങളനങ്ങൂല്ല. ചെറുതായെന്ന് സംസാരിക്കുന്നുണ്ട്, അതല്ലാതെ ഒന്നും കഴിയില്ല. കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്തു പോവുകയാണ്. ആ സാധുവായ പൊന്നുപങ്ങൾ ഒരു എഴുത്തെഴുതിയിട്ട് തലച്ചുവട്ടിൽ വെച്ചിട്ടുണ്ട്. ഭർത്താവായ എഴുത്തെടുത്തിന്റെ കയ്യിലേക്കൊന്ന് തരികയാണ്. പടച്ചറപ്പേ, അത് കണ്ടിട്ട് എന്റെ മനസ്സൊന്ന് പൊട്ടിപ്പോയെന്ന് പെങ്ങളെ. ആ എഴുത്തിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നു എന്നറിയോ? ഉസ്താദേ, നിങ്ങളെ കണക്കുള്ള ഉസ്താദുമാർ ഇവിടെ കടന്നു വരുമ്പോ നിങ്ങളോട് പറയാനാ ഞാൻ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു വക്കത്തിൽ ഞാൻ നിസ്കരിച്ചിട്ടില്ല, എനിക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് വന്നിട്ടില്ല. പക്ഷേ ഒരു സീരിയൽ പോലും ഞാൻ കളഞ്ഞിട്ടില്ല, ഒരു സീരിയൽ നടിമാരുടെ പേരും ഞാൻ മറന്നിട്ടില്ല. ഇന്നെന്റെ കൈ തളർന്നു ഉസ്താദേ, എന്റെ കാലുകൾ ഉസ്താദേ, എന്റെ ശരീരങ്ങളൊക്കെ തളർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇനി എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല, ഇരുന്നു കൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണിക്കുന്ന ഒരു കോലത്തിലേക്ക് ഞാനായി മാറിയിരിക്കുകയാണ്. എന്റെ പെണ്ണുകളെ പറയാൻ പറ്റുമോ? നാളെ നേരം വെളുക്കുമ്പോൾ ഇതുപോലത്തെ ആരോഗ്യമുണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്റെ ഉമ്മമാരോട് സ്നേഹത്തോടെ മനസ്സ് മുട്ടിയിട്ടാ പറഞ്ഞു പോകുന്നത്. എത്രയോ സാധുക്കളായ സഹോദരിമാരുടെ കഥയറിയാം. എന്തിനാ ഞാൻ ഇത് പറയുന്നത് എന്നറിയോ? നമ്മൾ സ്നേഹിക്കുന്നത് ഒരു സീരിയൽ നടിയല്ല, ഒരു സിനിമ നടിയല്ല, ഒരു സിനിമ നടനയല്ല. നമ്മുടെ റോൾ മോഡൽ ഫാത്തിമയാണുമ്മ. ലോകത്തിന്റെ ഹബീബിന്റെ രാജകുമാരന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സയ്യിദത്തുൻ നിസ്സാ ബീവി ഫാത്തിമയാണ്. ആ ഫാത്തിമാനെ മുറുകെ പിടിക്കാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എന്റെ ഉമ്മമാർക്കൊന്ന് കഴിഞ്ഞു പോയാൽ അൽഹംദുലില്ലാഹ്
ഹബീബിനെ സ്നേഹിച്ചതുപോലെയാണ് റസൂലുള്ളാഹിയാണ് എന്റെ പൊന്നുപോലെ ഫാത്തിമാന്റെ ജീവിതമുണ്ടല്ലോ. ആ ജീവിതം ഏതൊരു പെണ്ണാ മുറുകെ പിടിക്കുന്നത് അവരെന്നോടൊപ്പം സ്വർഗീയ ലോകത്തില് സന്തോഷത്തോടെ കടന്നു വരുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് പാഠം ഹബീബിലാണ്. ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് നമ്മുടെ ജീവിതം. അല്ലാഹു ഹബീബിനെ ഇഷ്ടപ്പെടാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. മനസ്സറിഞ്ഞ് പറഞ്ഞ അല്ലാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. എല്ലാ ഉസ്താദുമാര് വന്നാൽ സീരിയലിനെ പറ്റി കുറ്റം പോലെ പൂർണ്ണമാരോട് പറയാ, കുറ്റം പറയല്ല. നാളെ മരിച്ചാൽ നമുക്ക് രക്ഷപ്പെടണം. ഇല്ല എന്ന രാജ്യത്തിന്റെ പടുകുഴിയിൽ നമ്മൾ എന്റെ ഇരിക്കുന്ന ആണുങ്ങൾ മാത്രം ഒരു സെക്കൻഡ് നമുക്കൊരു 3 സ്വലാത്ത് ഹബീബിന്റെ പേർക്ക് ഉറക്കെ ചൊല്ലണം. എല്ലാവരും എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ് ഉറക്കെ ചൊല്ലിക്കോളി. കിട്ടിയ അവസരം എന്ന് പറഞ്ഞിട്ട് മുങ്ങരുത്. സല്ലല്ലാഹു അലൈഹി ഉറക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് അറുളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ ആരംഭപ്പൂവിന്റെ ഹാലും നീല കണ്ട ആലും സഹാബത്തും ദുഃഖിച്ചിരുപ്പല്ലോ മുത്തായ തങ്ങളു തളർന്നു കിടക്കുന്നു മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു ഏറ്റം വിഷാദത്താലുപ്പായി നോക്കുന്നു ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു അല്ലാഹുവിന്റെ ഹബീബായ റസൂലല്ലാഹ് സ്നേഹമുള്ള മുഹിബ്ബീങ്ങളും ഉറക്കെ സ്വലാത്ത് ചൊല്ലിക്കോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടക്കുമ്പോ വീണ്ടും അവിടെ സലാം കേൾക്കുകയാണ് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വരികയാണ് വന്നിട്ട് പറഞ്ഞു നിങ്ങളോടല്ലേ പറഞ്ഞു പോയത് എന്റെ ഉപ്പാക്ക് സുഖമില്ലാതെ കിടക്കുകയാണ് വരല്ലേ നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വാതിലടച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പിരിഞ്ഞു പോവുകയാ മൂന്നാമത്തെ പ്രാവശ്യം അവിടെ നിന്ന് സലാം കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു മോളെ ഫാത്തിമ അതാരാണെന്നറിയോ വഹുവ ഇസ്രായീൽ അത് മലക്കുൽ മൗത്താണ് പൊന്നുമോളെ ഉപ്പയുടെ റൂഹ് പിടിക്കാൻ വന്നതാണ് കടത്തി വിടണം മോളെ എന്നവിടെന്ന് വിളിച്ചു പറയുമ്പോ അവിടെന്ന് ഫാത്തിമ ബീവി ഒരു കൊച്ചുകുട്ടിയെ പോലെ മാറി നിൽക്കുകയാണ് അസ്രായീൽ അലൈഹിസ്സലാം ഉറക്കെ പറയും അസ്രായീൽ അലൈഹിസ്സലാം ഹബീബിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് പറഞ്ഞു ഖദ് ജാ أزرائيل قال لأحمدي الله يقرئك السلام الأوفرا الله أرسلني إليك وقال لي في قبل روحك يا محمد أترى سكت النبي ولم يرد جوابه حتى انتهى في أمره تفكرا قالت مني يا محمد لا تخاف والحور فيها مشرقات ناظرات അല്ലാഹുവിന്റെ ഹബീബേ സമ്മതമുണ്ടെങ്കിൽ അവിടത്തെ റൂഹിനെ പിടിക്കാൻ അല്ലാഹു പറഞ്ഞു വിട്ടതാണ് നബിയെ അല്ലാഹു അവിടത്തെയോട് സലാം അറിയിപ്പിച്ചിട്ടുണ്ട് ഇനി എനിക്ക് പറയാനുള്ളത് അവിടത്തെ റൂഹിനെ പിടിക്കുന്ന കഥയാണ് റസൂലേ അവിടെ എന്ത് പറയുന്നു നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്റെ മുമ്പിൽ എപ്പോഴും വരുന്ന മലക്കു ജിബ്രീൽ ഒന്ന് കടന്നു വരട്ടെ
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ആ ജിബ്രീലിന്റെ വാക്കൊന്ന് കേൾക്കട്ടെന്ന് പറഞ്ഞ റസൂലുള്ളാഹി ഇരിക്കുമ്പോ അതാ കടന്നു വരുന്ന ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞിരുന്നോ? ആ സമയത്താണ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു പോവുകയാ, ഇന്ന റബ്ബക ഇലൈക മുഷ്താഖ്. അല്ലാഹു അവിടത്തെ കാണാനുള്ള കൊതി കൊണ്ട് ആഗ്രഹം കൊണ്ട് കാത്തിരിക്കുന്നു നബിയേ. ഉടൻ തന്നെ റസൂലുള്ളാഹി അവിടെ നിന്ന് വിളിക്കാണ്, നാദൻ നബിയു ബിസൗതിഹി ഇൻദിഹി യാ അയ്യുഹൽ മലകുൽ മുഅക്കലു ബാദിറാ. അല്ലാഹുവിന്റെ റസൂൽ മലക്കുൽ മൗത്തിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞ് പിടിച്ചുകൊള്ളുക. അവിടെ റൂഹ് ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ്. വേദന കൊണ്ട് റസൂലുള്ളാഹി പിടയുമ്പോ അവിടെ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു പോവുകയാണ്, ഇത് റസൂലുള്ളാഹിന്റെ റൂഹല്ലേ പിടിക്കുന്നത്, ഒന്ന് ലഘുവായിട്ട് പിടിക്കുവോ? എന്ത് വേദനയാണ് അസ്റായീലേ, എന്റെ സമുദായത്തിന് എന്റെ ഉമ്മത്തിന് കൊടുക്കുന്ന ഇത്രയും വേദനയുണ്ടോ? അവിടെ അന്ന് പറഞ്ഞ റസൂലല്ലാഹ്, ഇതൊരു വേദനയല്ല നബിയേ, ഇതിനേക്കാൾ വല്ലാത്ത വേദന ഉണ്ട് റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പൊട്ടി അങ്ങ് കരയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ചുരുക്കി പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ വിട്ട് പിരിയുകയാണ്. ഹാലും ദുനിയാവും ആകെ വിറയ്ക്കുന്നു, ആറ്റൽ റസൂലുള്ളാഹ് നമ്മെ പിരിയുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ഒരാളും അവിടെയില്ല. ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞോ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിരിക്കുകയാണ്. എല്ലാവരും നോക്കുന്നത് അബൂബക്കറിനെയാണ്, ഉമറിനെയാണ്. അബൂബക്കർ സുന്നഹിൽ നിന്ന് ഹബീബ് വഫാത്തായി എന്നറിഞ്ഞപ്പോൾ മനസ്സ് പൊട്ടിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇവിടെ കുതിരപ്പുറത്ത് കയറുകയാണ്. അവിടെ ചീറിപ്പാഞ്ഞുകൊണ്ട് വരികയാണ്. കടന്നു വരുന്ന വഴികളിലൊക്കെ സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സലാമുകൾ പറഞ്ഞിട്ട് റസൂലുള്ളാഹിക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് അവിടെ കടന്നു വരികയാണ്. അവസാനം ഹബീബിനെ അവിടെ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, അവിടെ വന്ന് കടന്നു വന്നിരിക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ മുഖത്തുനിന്ന് ആ വെള്ളത്തുണി എങ്ങോട്ട് മാറ്റുമ്പോ അബൂബക്കറിന്റെ മനസ്സങ്ങ് പൊട്ടുകയാണ്. യാ റസൂലല്ലാഹ്, അബൂബക്കറാണ് നബിയേ, അബൂബക്കറാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാ. യാ അല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. റസൂലുള്ളാഹിക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി, ഒരുപാട് സലാമുകൾ ചൊല്ലിയിട്ട് ഹബീബിന്റെ ചാരത്തേക്കൊന്ന് കടന്നു വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്തുള്ള വെള്ളത്തുണി അങ്ങോട്ട് മാറ്റിയിട്ട് ആ വലത്തെ കവിളിൽ തുരുതുരാ മുത്തം കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ
ഇത് ഉമറാണ് നബിയേ. ഒന്നെഴുന്നേൽക്കുവോ നബിയേ. കൊച്ചുകുട്ടിയെ പോലെ സമനില തെറ്റിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പൊട്ടിക്കരയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞ് കരഞ്ഞ് മനസ്സവിടുന്ന് പിടഞ്ഞിട്ട് അവസാനം സമനില തെറ്റിയിട്ട് വാളങ്ങ് ഊരിയെടുത്തിട്ട് പറയാണ്, ആരാടാ എന്റെ ഹബീബ ഫാത്ത എന്ന് പറഞ്ഞത്? എന്റെ റസൂലുള്ളാഹി ഉമറിനെ വിട്ട് പിരിഞ്ഞിട്ടില്ല. ആര് പറയുന്നു അവന്റെ കഴുത്ത് പിന്നുണ്ടാകില്ല എന്നവിടം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുമ്പോ ഒരാൾ പോലും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു പോകൂല. കാരണം പേടിയാണ്. അവസാന അബൂബക്കർ തങ്ങൾ ചെന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, ഉമറേ നിങ്ങളൊന്ന് ക്ഷമിക്കുവോ? അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. അവസാനം എല്ലാവരും കൂടെ ഹബീബിനെ കൊണ്ടുവന്ന് റൗളയിൽ വെക്കുകയാണ്. അവിടെ എല്ലാവരും കരയുന്നുണ്ട്. ഇന്നലെ വരെ റസൂലുള്ളാഹി നമ്മളെ കണ്ടിരുന്നതാണ്. ഇന്ന് ഹബീബദാ റൗളയുടെ ഉള്ളിലാണ്. അബൂബക്കർ ഇരുന്നുകൊണ്ട് കരയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരയുന്നുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. ആ സമയത്താണ് ഒരാൾ പാത്രവും വേഗമെല്ലാം എടുത്ത് തോളത്തേക്കിട്ട് ഹബീബിന്റെ റൗളന്റെ ചാര വന്നിട്ട് പറയുകയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ നബിയേ, ഇനി ഞാനിവിടെയില്ല, ഞാനിവിടെ നിന്ന് പോവുകയാണ് നബിയേ. ഇനി ബിലാലിനെ കൊണ്ട് പറ്റൂല ഇവിടെ നിന്ന് ബാങ്ക് വിളിക്കാൻ. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നവിടെ നിന്ന് വിളിക്കുമ്പോൾ ഹബീബേ അവിടെ ഇല്ലാതെ എങ്ങനെയാണ് ബിലാൽ വിളിക്കുക? എനിക്ക് കഴിയില്ല നബിയേ. അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് പറയുന്ന, അബൂബക്കറേ, ഇനി ബിലാൽ മദീനത്തില്ല, ഇനി ബിലാൽ മദീനത്തില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ഇല്ലല്ലോ. എങ്ങനെയാണ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുക? എനിക്കിനി കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല ബിലാലേ, നിങ്ങളും കൂടെ കടന്നു പോയാൽ ആരാ നമുക്കുള്ളത് ഇവിടെ? അതുകൊണ്ട് പോകല്ലേ ബിലാലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കടന്നുപോയി. വഫാത്തിന് ശേഷവും കണ്ണുനീരിന്റെ ഒരുപാട് കഥകൾ പറയാറുണ്ട്. നമുക്ക് സമയം വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് അല്ലാഹുവേ, മരിക്കുന്ന സമയം വരെ മുത്ത് ഹബീബിനെ ഓർക്കാറുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണേ അല്ലാ. ഉറക്കെ പറയ, അല്ലാഹുവിന്റെ ഹബീബിനെ നെഞ്ചകത്ത് സൂക്ഷിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണേ അല്ലാ. ഹബീബിനെ വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാ. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മയ്യത്ത് കുളിപ്പിക്കാൻ റഹ്മത്തിന്റെ മലക്ക് വരുന്ന ഒരാളായിട്ട് മാറണമെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഒന്ന് അല്ലാഹുവിനെ വഴിപ്പെടാൻ, രണ്ട് ഹബീബിനെ സ്നേഹിക്കാ. അത് ജീവിച്ചിരുന്ന സമയത്ത് അവരെ സ്നേഹിച്ചു. നമുക്ക് ഹബീബിനെ കാണാൻ പറ്റിയിട്ടില്ല. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ കാണാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മമാർക്ക്, ഉപ്പമാര്, ചെറുപ്പക്കാർക്ക് അവസരം തരണേ അല്ലാ. നിറഞ്ഞ മനസ്സോടൊന്നുറക്കം പറഞ്ഞു, 40 പേരല്ല ഇവിടെ ഉള്ളത്, ഒരാളുടെ ആമീനെങ്കിലും ഒന്ന് സ്വീകരിക്കൂലെ? അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് പുണ്യ ഹബീബിന്റെ പുണ്യമുഖം കാണാൻ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാ. ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാ. ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാഹുവേ. അതുകൊണ്ട് ജീവിതത്തിൽ റസൂലുള്ളാഹിനെ കൊണ്ടുവരിക. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, ഇത് ഹബീബിനെ പറ്റി പറഞ്ഞു പോയ സദസ്സാണ്. റസൂലുള്ളാഹിന്റെ പാഠം പറഞ്ഞ സദസ്സാണ്. നിസ്കാരത്തെ പറ്റി പറഞ്ഞ സദസ്സാണ്. ഹബീബിന്റെ വഫാത്ത് പറഞ്ഞ സദസ്സാണ്. മുത്തുനബിയോടുള്ള സ്നേഹത്തെ പറ്റി
പറ്റി മഹബത്തിനെ പറ്റി പറഞ്ഞ സദസ്സാണ്. ഒരാളെയും ഷമീർ ദാരമി അവിടെ നിന്ന് നിർബന്ധിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ചെറിയൊരു ആഗ്രഹം പറയാൻ പോവുകയാണ്. വൽ ഇൻഫാഖു മാലി ലദൈക മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്ന. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പറയുന്ന സദസ്സിൽ ആരാണ് ഹദിയ ചെയ്യുന്നത് അവൻ എന്നോടൊപ്പം സ്വർഗ്ഗത്തിലാണെന്നാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, ഈ നാട്ടുകാരെ പറ്റി എനിക്കറിയാം. പടച്ചവന്റെ പള്ളിക്ക് വേണ്ടി ചോദിച്ചപ്പോ നെല്ലിക്കുറിശ്ശിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 20,000 50,000 നിറഞ്ഞ മനസ്സോടെ കൊടുത്തവരാണെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ഒരുപാട് സഹോദരങ്ങൾ ഇവിടെയുണ്ട്. അല്ലാഹുവേ, നമ്മുടെ മക്കളുടെ ഇൽമുകൾ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അവരിപ്പോ കിടക്കുന്നത് പള്ളിയിലാണ്. അതുകൊണ്ട് അവർക്കൊരു താമസ സൗകര്യമായി അവർക്ക് ചെറിയൊരു ഹാള് പോലെ കെട്ടാൻ അൽഹംദുലില്ലാഹ്. ഉസ്താദേ, അവിടെ 3 ലക്ഷമാണ് നമുക്ക് അതിനാവശ്യമുള്ളത്. ആരെങ്കിലും ഒരു 10,000 പറഞ്ഞാലോ ഒരു 20,000 പറഞ്ഞാലോ നിർബന്ധിക്കില്ല, ഒരാളെയും നിർബന്ധിക്കൂല. പടച്ചറബേ, ഹബീബിനെ പറ്റി പറഞ്ഞ ഈ സദസ്സിൽ അല്ലാഹുവേ, നല്ല നിറഞ്ഞ മനസ്സോടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത് പോലും ആരാണ് റബ്ബേ ഓഫർ ചെയ്യുന്നത് നിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ? ഈ നാട്ടുകാര് സന്നദ്ധരാണ്, അവർ വല്ലാതെ ഇഷ്ടമുള്ളവരാണെന്നറിയാൻ പടച്ചോനെ. അല്ലാഹുവേ, നിന്റെ ഹബീബിനെ പറ്റി നമ്മുടെ ഖൽബിന്റെ മുത്തിനെ പറ്റി പറഞ്ഞ സദസ്സിൽ എന്റെ ഹബീബിന് എനിക്ക് മരിക്കുന്നതിന് മുമ്പ് സ്വപ്നം കാണണമെന്ന് പറഞ്ഞിട്ട് ഈ സദസ്സിൽ അല്ലാഹുവേ, ആദ്യം ഒരാൾ ഞാൻ പറയാതെ നല്ലൊരു സംഖ്യ ആദ്യമാര് പറയുന്നു, യാ അല്ലാഹ്, മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ കാണാൻ അവസരം കൊടുക്കണേ അല്ലാഹ്, അവസരം കൊടുക്കണേ അല്ലാഹ്, അവസരം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആദ്യം എന്റെ പേര് വരണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ, ആരാണോ ആദ്യം ഒരാൾ എഴുന്നേറ്റുകൊണ്ടൊരു സംഖ്യ പറയുന്നത്, അല്ലാഹുവേ, നീ സ്വീകരിക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ദാരിദ്ര്യം കൊടുക്കല്ല അല്ലാഹ്, വിഷമം കൊടുക്കല്ല അല്ലാഹ്, നൊമ്പരം കൊടുക്കല്ല അല്ലാഹ്, ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഈ സദസ്സിൽ നിങ്ങളുടേതായിട്ട് ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇതിപ്പോ ലൈവാണ് നമ്മുടെ പരിപാടി. അൽഹംദുലില്ലാഹ്, ആരെങ്കിലും ഈ ഒരു ലൈവിലൂടെ ആയാലും അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന ആ ഒരു മക്കളുടെ ആലിമീങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെന്ന് 3 ലക്ഷത്തിന്റെ ആവശ്യമുള്ളൂ. നിങ്ങളൊന്ന് നിറഞ്ഞ്, എനിക്കറിയങ്ങൾ അൽഹംദുലില്ലാഹ് നല്ല മനസ്സുള്ളവരെ ഞാൻ നിങ്ങൾ അടിച്ചു പൊക്കിയതെന്നല്ല കാര്യത്തിൽ പറഞ്ഞതാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആദ്യം ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് എന്റെ ഇത്രയെന്ന് ഞാൻ പറയില്ല, എത്രയായാലും എനിക്ക് കുഴപ്പമില്ല. ആദ്യം ഒരാൾ ആരാണ്, സംഘാടനം ഒന്നും നോക്കി ആരാപ്പുള്ളതെന്ന് എനിക്കിവിടുന്ന് പെട്ടെന്ന് കാണില്ല. ആരെങ്കിലും ആദ്യം ഒരാൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിൽ പിരിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ദിക്ർ പറഞ്ഞു തരും. അള്ളാഹിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാനുള്ള ഒരു ആയത്ത് ഞാൻ ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആദ്യം ആരാ പറയാ ഒരു സംഖ്യ ഇൻഷാ അല്ലാഹ് ആദ്യം ഒരാൾ എഴുന്നേറ്റ് നോക്കട്ടെ ആരാണ് നല്ല മനസ്സോടെ സദസ്സിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടം പോലെ. കാരണം ഇപ്പം നിങ്ങൾ പറയും ഉസ്താദ്, നമ്മളിവിടെ ഒരുപാട് അങ്ങനെ ചെയ്യുന്ന അറിയാം. പള്ളിക്ക് വേണ്ടി മദ്രസക്ക് വേണ്ടി ഒക്കെ നിങ്ങൾ അകമഴിഞ്ഞ് സദഖ ചെയ്യുന്നവരാണെന്നൊക്കെ ഞാൻ അറിഞ്ഞവരാൻ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവേ, നമ്മുടെ പെങ്ങൾ സരീന, അതെൻ്റെ കൂടെ പെങ്ങളാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. മകന്റെ നിക്കാഹൊക്കെ കഴിഞ്ഞ് അല്ലാഹു ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട മൊയ്തീനക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ. സാലിഹത്തായ ഭാര്യമാരൊക്കെ എങ്ങനെയാണല്ലോ, അല്ലാഹു തആല അവരെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. എന്തെങ്കിലും ഒരു മടി ഇങ്ങനൊക്കെ വെറുപ്പുണ്ട് അവരോട്, നുറക്കപ്പുറ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. അല്ലാഹുവേ, 11,000 രൂപ ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിലേക്ക് ഹദിയ ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഉറക്കെ ചൊല്ലുക. സ്വലാത്താണ് ഇന്നത്തെ ഈ സദസ്സിൽ നമുക്ക് ആവശ്യമുള്ളത്. ഇത് ദുആ ചെയ്ത് കഴിയുമ്പോൾ അടുത്തൊരാളാര് അടുത്തൊരാൾ ആദ്യമായിട്ട് ഇത് കഴിഞ്ഞാൽ അടുത്തൊരാൾ എന്റെ പേര് വരണമെന്ന് പറഞ്ഞാൽ അല്ലാഹു നീ കബൂലാക്കണം.
അല്ലാഹ് ഉറക്കെ ചൊല്ലിക്കോ സല്ലല്ലാഹു സംഘാടനം നോക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അർഹമർ റഹീമായ അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ് അല്ലാഹു തന്റെ ഭർത്താവിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ് ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ് കുടുംബത്തിൽ ഖൈറും ബറക്കത്തും എത്തി കൊടുക്കണേ റഹ്മാനേ കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹുവേ നൊമ്പരങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കൊടുക്കല്ലേ അല്ലാഹ് കഷ്ടപ്പാടുകളും കൊടുക്കല്ലേ അല്ലാഹ് കണ്ണുനീരുകളും കൊടുക്കല്ലേ റഹ്മാനേ അല്ലാഹുവേ മകന്റെ നിക്കാഹിന് രാവിലെ കഴിഞ്ഞു അല്ലാഹ് പടച്ച റബ്ബേ ആ ജീവിതത്തിൽ ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ് അല്ലാഹുവേ നല്ല ജീവിതമായി ഖൈറിന്റെ ജീവിതമായി സ്വാലിഹീങ്ങളായ അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളുമായി ജീവിതത്തിൽ ബറക്കത്തായി നീ എത്തിക്കണേ അല്ലാഹ് ആ പ്രിയപ്പെട്ട സഹോദരിയെ നീ സ്വീകരിക്കണേ റഹ്മാനേ അല്ലാഹ് ഞങ്ങൾ ഇവിടെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയ വേദിയാണ് ഒരുപാട് സലാമുകൾ പറഞ്ഞ വേദിയാണ് ഈ സദസ്സ് ഒരിക്കലും പാഴാകൂലാന്നറിയാ അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ആ സഹോദരിക്കും കുടുംബത്തിനും പുണ്യ നബി മുഹമ്മദ് മുസ്തഫ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ നീ അവസരം കൊടുക്കണേ അല്ലാഹ് ബിഹഖി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ആരാ ഇൻഷാ അല്ലാഹ് ഒരാൾ അടുത്ത ആൾ പറയും ആരാ ഈ സദസ്സിൽ നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞോളൂ ഇനി അത്ര തന്നെ വേണമെന്ന് ഞാൻ പറയില്ല 20-25 അല്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശം കൊടുക്കാനുള്ളത് ആ നിങ്ങൾ പറയാ ആരും നിർബന്ധിക്കാൻ പാടില്ല നിർബന്ധിക്കണതുമില്ല കാരണം നിങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഹദിയകൾ പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്തവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ അതുകൊണ്ട് നല്ല മനസ്സോടെ എഴുന്നേൽക്കാൻ കഴിയുന്നവർ മാത്രമേ ഇൻഷാ അല്ലാഹ് ഒരു ബുദ്ധിമുട്ടിന്റെ ഒരു നൊമ്പരത്തിലേക്കൊന്ന് കടന്നു പോകാതെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അടുത്തൊരാൾ ഞാൻ പറയുന്നു അല്ലാഹുവേ ലാ ഇലാഹ ഉറക്കെ ചൊല്ലിക്കോ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അർഹമർ റഹീമായ അല്ലാഹുവേ നല്ല നിറഞ്ഞ മനസ്സോടെ ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടിന്റെ സമയത്തും ഇനി ആരെങ്കിലും പറഞ്ഞാൽ കരുണക്കടലായ അല്ലാഹ് അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് നീ പരിഹാരം കണ്ടെത്തണേ അല്ലാഹ് പരിഹാരം കണ്ടെത്തണേ അല്ലാഹുവേ പേര് പറയണ്ടെന്ന് പറഞ്ഞൊരു സഹോദരൻ 5000 രൂപ അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ പറക്കുന്നു പേർ അല്ലാഹു തആല ഖബൂൽ നമ്മുടെ സംഘാടനം ഒന്ന് നമ്മുടെ ഉമ്മമാരെ ഭാഗത്ത് ആരുള്ളത് ആരുമില്ലേ ആ ഉമ്മല്ല അവര് പറയാത്ത അവര് ഭയങ്കര ഉഷാറാ അല്ലാഹു തആല ഖബൂലാക്കട്ടെ റഹ്മർ റഹീമായ അല്ലാഹു ഉറക്കെ ചൊല്ലിക്കോ യാ നബി ഉറക്കെ സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും റഹ്മർ റഹീമായ അല്ലാഹുവേ 5000 രൂപ നീ സ്വീകരിക്കണേ അല്ലാഹ് നിങ്ങളൊന്ന് ഉറക്കെ വന്ന് ആമീൻ പറഞ്ഞു നമ്മൾ പൈസ കൊടുക്കണ്ട അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് ഖബൂലാക്കണം അല്ലാഹ് 5000 രൂപക്ക് പകരം കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവേ നിറഞ്ഞ മനസ്സുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ് ഈ 5000 രൂപ ഇവിടെ കൊടുത്തതിന് പകരം അല്ലാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്ത് സമ്മാനമായി ഏറ്റി കൊടുക്കണേ അല്ലാഹ് അത് നീ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ റബ്ബിന്റെ ദീനിന്റെ സദസ്സിന് ഹദിയ ചെയ്തതിന്റെ പവർ നീ കാട്ടിക്കൊടുക്കണേ അല്ലാഹ് ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഖത്തറിൽ നിന്നൊരു സുഹൃത്ത് റാഷിദ് 6666 അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മമാരെ ഭാഗത്ത് നിന്ന് ഒരാളുടെ പേര് ആരുടെ ഇൻഷാ അല്ലാഹ് ആദ്യം കിട്ടും. അവിടെ ആരെങ്കിലും പൊക്കോളി, ഉറക്കൊന്ന് ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഖത്തറിലേക്ക് കടന്നുപോയ ചെറുപ്പക്കാരനാട്, സഹോദരങ്ങളെ വിട്ട് പ്രിയപ്പെട്ടവരെ വിട്ട് അല്ലാഹുവേ അവിടെ നിന്ന് വിദേശത്തേക്കൊന്ന് കടന്നുപോയത് ജീവിതത്തിന് എന്തെങ്കിലും സമ്പാദിക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരനെ നീ സ്വീകരിക്കണേ റഹ്മാനേ. അദ്ദേഹത്തിന്റെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനേ, സന്തോഷം കൊടുക്കണേ റഹ്മാനേ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. മാതാപിതാക്കളിൽ ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. റാഷിദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്തിന്റെ നിറഞ്ഞ മനസ്സിന് നീ നിറച്ചു കൊടുക്കണേ അല്ലാ, നീ നിറച്ചു കൊടുക്കണേ അല്ലാ. അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ, രോഗം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. ലൈവ് കണ്ടിട്ട് വിദേശത്തു നിന്നാണ് വിളിച്ചത്, നീ കബൂലാക്കണം അല്ലാഹുവേ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണപ്പെട്ടു പോയി. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. 5000 രൂപ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ ചൊല്ലിക്കേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അബ്ദഉ ബിസ്മിൽ വാഹിദി ഹംദൻ ലഹു ബിൽ ആബിദി സല്ല അലാ മുഹമ്മദി വൽ ആലി വസല്ലമുല്ലാഹ്. അല്ലാഹുവേ, ആ വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഖബറിടം സ്വർഗമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലി സദസ്സാണിവിടെ, ഒരുപാട് തഹ്ലീലുകൾ ചൊല്ലി സദസ്സാണിവിടെ. ആ പ്രിയപ്പെട്ട ഉപ്പക്ക് വേണ്ടിയാ നിറഞ്ഞ മനസ്സോടുകൂടി പറഞ്ഞത്, നീ സ്വീകരിക്കണേ അല്ലാ. ആ മകൻ പറഞ്ഞ ഹദിയായ നീ കാട്ടിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആ പിതാവിന്റെ ഖബറി സമയത്ത് തന്നെ അല്ലാ നിന്റെ സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. സന്തോഷത്തിന്റെ മുഴുവൻ വഴികളും ഏറ്റിക്കൊടുക്കണേ അല്ലാ. രസിപ്പിക്കുന്ന നേരം പോക്കാക്കുന്ന മാലാകമാര് ആ ഖബറിടത്തിൽ നീ കൊടുക്കണേ അല്ലാ. ബിഹഖി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.